2022 ലയണൽ മെസ്സി വേൾഡ് കപ്പ് ജയിച്ചിട്ട് ആ കപ്പ് വാങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ളൊരു ഒരു നിമിഷമില്ലേ? അപ്പം എന്തായിരിക്കും മെസ്സിയുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവുക? ഓർമ്മ വെച്ച നാളു മുതൽ നേടാൻ കൊതിച്ച ഒരു സ്വപ്നം എന്താണ് തൊട്ടു മുന്നിൽ ഇങ്ങനെ എത്തുന്ന പോലെയല്ലേ? ഓൾമോസ്റ്റ് ഒരു സിമിലർ ഫീലിംഗ് ആണ് ഇപ്പം എനിക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരുപാട് ടെഡ് ടോക്കുകൾ കേട്ടിട്ടുണ്ട്. എന്നെ ഞാനാക്കുന്നതിൽ അത് ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. അങ്ങനെ ടെഡ് ടോക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്കിലും ഇതേപോലൊരു ടെഡെക്സ് വേദിയിൽ വരണം എന്നുള്ളത്. സോ ആ ഒരു ആഗ്രഹമാണ് ഇന്നിവിടെ നിറവേറ്റപ്പെടാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു യാത്രയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് സംഭവങ്ങളും നിമിത്തങ്ങളൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിലെ കഥ തുടങ്ങുന്നത് 10ാം ക്ലാസ് റിസൾട്ടിൻ്റെ അന്നാണ്. ആൻഡ് 10ാം ക്ലാസ്സിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണെങ്കിലും മറ്റു ഫ്രണ്ട്സിൻ്റെ ഒക്കെ റിസൾട്ടൊക്കെ അറിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ജയം എന്ന് പറയുന്നത് തോൽക്കുന്നതിന് തുല്യം അല്ലെ ജസ്റ്റ് അബോവ് ഫെയിലിയർ മാത്രമാണെന്നുള്ളത്. ആൻഡ് എനിക്ക് വീട്ടിലൊന്നും പോവാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. ഉമ്മാനെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഉറപ്പായിട്ടും ചീത്ത കേൾക്കും. കാരണം ഉമ്മ അത്യാവശ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു മാർക്കൊക്കെ കിട്ടുന്നുള്ളത്. ആൻഡ് മനസ്സില്ലാ മനസ്സോടെ ഞാൻ വീട്ടിലേക്കെത്തി. ഉമ്മാൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നപ്പോൾ ഉമ്മ സാരിയൊക്കെ ഉടുത്തൊരുങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, വാ നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ നേരെ വടകര ഒരു കൂൾ ബാറിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫലൂദ വാങ്ങി തന്നു. ആൻഡ് ആ ഫലൂദ ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, എടാ 10ാം ക്ലാസ്സിലെ ഈ മാർക്കൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നീ എന്നെങ്കിലും ജീവിതത്തിൽ നന്നാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് അന്ന് ആദ്യമായിട്ട് എനിക്ക് ഫലൂദ വല്ലാതെ ആസ്വദിച്ചൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് മാർക്കിൻ്റെ സങ്കടമാണോ ഉമ്മാൻ്റെ ഒരു പ്രതീക്ഷയാണോ എന്നറിയില്ല. വളരെ കഷ്ടപ്പെട്ടാണ് അന്ന് ഞാൻ ഫലൂദ കഴിച്ചത്. പക്ഷേ അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്കിലുമൊക്കെ ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ളത്. ഓർ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും എന്ത് ചെയ്യും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുമെന്ന് അന്ന് ആ കൂൾ ബാറിൽ വെച്ച് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നീട് +1 +2 ആൻഡ് ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത കുട്ടികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിലെ ടോപ്പ് 10ൽ ഒരാൾ ഞാനായിരിക്കും. അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഒരാഴ്ച മുന്നേ എങ്ങാനല്ലേ ഇന്ത്യ 2020 വേൾഡ് കപ്പ് നേടിയത്. ഇന്ത്യ ആദ്യമായിട്ട് 2020 വേൾഡ് കപ്പ് നേടിയത് 2007 ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ. അന്ന് ഞാൻ +2 പഠിക്കുക. ആൻഡ് ആ 2007 2020 വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. യുവരാജ് സിംഗ് ക്രിസ് ബ്രോഡിൻ്റെ ഒരു ഓവറിലെ 6 ബോളും സിക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാ വീട്ടിലും ടി വി ഒന്നുമില്ല. ഞങ്ങളൊക്കെ കളി കാണാറുള്ളത് വീടിൻ്റെ അടുത്തുള്ളൊരു വായനശാലയിൽ വെച്ചാണ്. ഞാൻ ഒരു കളിയും കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അന്ന് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അന്ന് സാധാരണയേക്കാൾ കവിഞ്ഞ ആവേശവും ആരവവും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് ഓരോ ബോൾ കഴിയുമ്പോഴും ആൾക്കാരിങ്ങനെ ആർത്ത് വിളിക്കുകയാണ്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം 6 ബോളും സിക്സ് അടിക്കുക എന്ന് പറയുന്നത് അത്ര നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഞാൻ ഫിസിക്സ് ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം പത്രത്തിൽ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യുവരാജ് ക്രിസ് ബ്രോഡിനെ 6 ബോളിൽ 6ഉം സിക്സ് അടിച്ചിട്ടുണ്ടെന്ന്. ആൻഡ് അന്ന് മാത്രമല്ല ലോകകപ്പ് ഫൈനൽ 2007 2020 ലോകകപ്പ് ഫൈനലിലെ ലാസ്റ്റ് ഓവറിൽ ജോഗീന്ദർ ശർമ്മയെ റിവേഴ്സ് സ്കൂപ്പിന് ശ്രമിച്ചിട്ട് ശ്രീശാന്തിൻ്റെ കയ്യിൽ ഒതുങ്ങിയ മിസ്ബാഹുൽ ഹക്കിൻ്റെ ആ ഒരു ഷോട്ട് ഞാൻ കണ്ടത് 1.5 വർഷത്തിന് ശേഷം NITയിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ്. ആൻഡ് എൻ്റെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് NITയിൽ അഡ്മിഷൻ കിട്ടിയതും എനിക്കായിരുന്നു. ആൻഡ് അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ക്രിക്കറ്റ് കളി കാണാതെ ഞാൻ ഇരുന്നു പഠിച്ചത് ഡിസിപ്ലിൻ്റെ ഏതോ വലിയ ഡെഫിനിഷൻ റിയാലിറ്റി ആക്കിയതാണെന്നുള്ളത്. കാരണം പിന്നീട് ഞാൻ ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്കുകളും പ്രൊഡക്ടിവിറ്റി ബുക്കുകളൊക്കെ വായിച്ചപ്പം ഡിസിപ്ലിന് ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റൈസിങ് യുവർ ഫ്യൂച്ചർ ഓവർ യുവർ ഇമോഷൻസ് ആൻഡ് മൂഡ് എന്നാണ്. അതായത് നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ എല്ലാ ഇമോഷൻസിനെയും ബാക്കി എല്ലാ മൂഡിനെയും നമ്മൾ എന്ത് ചെയ്യണേ മാറ്റി വെക്കുന്നതാണ്. അതായത് നിങ്ങളിൽ പലർക്കും എന്തുണ്ടാവും
ചിലപ്പോൾ ഇന്ന് ഒരു എനർജി തോന്നുന്നുണ്ടാവില്ല, അപ്പോൾ റെസ്റ്റ് എടുക്കും. ഒരു സുഖം ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ ഇന്ന് കുറച്ച് നേരം റീല് സ്ക്രോൾ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ഇന്ന് ഡിഫിക്കൽട്ടാന്ന് തോന്നുന്നു, നമ്മളെന്ത് ചെയ്യും, നമ്മൾ ക്വിറ്റ് ചെയ്യും. പക്ഷേ ഇതൊന്നുമല്ല ഡിസിപ്ലിൻ. ഈ എല്ലാ മൂഡ് ഉണ്ടാവുമ്പോഴും, അല്ലെ, നമുക്ക് നമ്മുടെ മൂഡ് ഏത് രീതിയിൽ പോവുകയാണെങ്കിലും, നമ്മൾ ഇമോഷൻസ് എങ്ങോട്ട് പോവുകയാണെങ്കിലും, അതിനെയൊക്കെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മളുടെ ഫ്യൂച്ചർ ആണെന്നാണ് ഞാൻ പിന്നീട് വായിച്ചത്. പക്ഷേ 2007 ആ ഒരു പ്ലസ് ടുക്കാരൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഞാൻ NITയിലെത്തി. NITയിൽ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളെക്കാൾ അപ്പുറം ചെയ്യാതിരുന്ന കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയിട്ടുള്ളത്. അതായത് എന്താണോ NITയിൽ കയറുമ്പം ഒരു 17 വയസ്സുകാരൻ ആയിരുന്നത്, അതിൻ്റെ 1/10 ആയിട്ടാണ് 4 വർഷം കഴിയുമ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുതരം ഭോഗ ജീവിതമായിരുന്നു എനിക്ക്. അതായത് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ, ഒരു നിമിഷം പോലും പോസിറ്റീവായിട്ട് നല്ല കാര്യത്തിന് ഉപയോഗിക്കാത്ത ഒരു 4 വർഷമായിരുന്നു അത്. എനിക്ക് ഈ കോളേജ് പിള്ളേരെ കാണുമ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ള ആ ഒരു കാര്യം തന്നെയാണ്. അതായത് കോളേജ് പഠിക്കുമ്പോൾ നമ്മൾ ഒട്ടും സീരിയസ് ആയിരിക്കില്ല. നമ്മുടെ സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യും. പഠിപ്പിക്കുന്നതൊന്നും നമുക്ക് ആവശ്യമുള്ളതായിട്ട് ഒരുപക്ഷെ നമുക്ക് തോന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു 4 വർഷം, അതായത് നമ്മളൊക്കെ കരുതുന്നത് ഈ 4 വർഷം നമ്മൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, കോഡിംഗ് ആയിക്കോട്ടെ, സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതൊന്നും ചിലപ്പോൾ നമുക്ക് ലൈഫിൽ ആവശ്യമുണ്ടാവില്ല. എൻ്റെ പാഷൻ വേറെ വല്ലതോ എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 4 വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് വെറും ഒരു ജോബിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കിട്ടാൻ വേണ്ടി മാത്രമല്ല. നമ്മൾ ഓരോരുത്തരും സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ ബിൽഡ് ചെയ്യുന്ന 4 വർഷമാണെന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. കാരണം അതിനുശേഷം 1, 2 വർഷമെടുത്തു എനിക്ക് ആ ഒരു ഹാങ് ഓവറിന്ന് തിരിച്ചു കയറാൻ. പക്ഷേ NITയിൽ ഞാൻ ചെയ്ത ഒരു നല്ല കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ എല്ലാത്തരം ആൾക്കാരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു തല്ലുകൊള്ളി ടീമുണ്ടാവില്ലേ, എല്ലാ കച്ചർക്കും പങ്കെടുക്കുന്ന ആ ടീമിലെ മെയിനായിരുന്നു ഞാൻ. അതേ സമയത്ത് തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലബ്ബിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ക്രിക്കറ്റും ഫുട്ബോളും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ സിനിമ ആസ്വദിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ എന്നും ഇൻറ്ററാക്ട് ചെയ്യുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊറിയൻ ഒക്കെയുള്ള വളരെ ഡീപ്പ് ഇമോഷണൽ ആയിട്ടുള്ള സിനിമകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആൻഡ് ഏതോ ഒരു ദിവസം ഒരു സിനിമ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു 1, 2 മിനിറ്റ് ഫുള്ള് ബ്ലാക്ക്. ഇപ്പം ഞങ്ങൾ 3, 4 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വാവ്! എന്താ മിറാക്കിൾ, ഡയറക്ടർ ബില്യൺസ് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു. പക്ഷേ ആക്ച്വലി ലാപ്ടോപ്പ് ഓഫാക്കി പോയതായിരുന്നു. ആ ലെവൽ ആ ലെവൽ ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അന്ന് സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു, രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടായിരുന്നു, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ഓഫ് ആൾക്കാരുമായിട്ട് ആ 4 വർഷം ഇൻറ്ററാക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് എമ്പതി. അതായത് ബാക്കിയുള്ളവരുടെ ഇമോഷൻ അവരുടെ ഷൂവിൽ നിന്നുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് എനിക്ക് ആ 4 വർഷത്തെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഇൻറ്ററാക്ഷൻസ് എന്നാണ് മനസ്സിലായത്. ആൻഡ് അത് ഇന്നും എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ എടുക്കുന്ന എന്ത് ബിസിനസ് ഡിസിഷൻസും ഇതെങ്ങനെ കുട്ടികൾ പെർസീവ് ചെയ്യും, എങ്ങനെ അവരുടെ പാരൻസ് പെർസീവ് ചെയ്യും, അവരെങ്ങനെ മനസ്സിലാക്കാമെന്നതൊക്കെ ആ 4 വർഷം പലതരം ആൾക്കാരുടെ പലതരം കാഴ്ചപ്പാടുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തപ്പോൾ ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആൻഡ് NIT കഴിഞ്ഞു, പിന്നെ ഞാൻ ജോലിക്ക് കയറി. ഒരുപാട് 10,000കണക്കിന് എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ആൻഡ് അവിടെ 8 മണിക്കൂറാണ് ഡ്യൂട്ടി ടൈമെങ്കിലും എനിക്ക് അസൈൻ ചെയ്ത പണി ചെയ്യാൻ എനിക്ക് ആകെ 2 മണിക്കൂറേ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി 6 മണിക്കൂറും ആ NIT ഹാങ് ഓവറിൽ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഒരു ദിവസം എൻ്റെ മാനേജർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, "അജാസേ, നീ ശരിക്ക് ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്?" ഞാൻ പറഞ്ഞു, "ഒരു സംശയം എനിക്കുണ്ടായിരുന്നില്ല. കമ്പനിക്ക് വേണ്ടിയാണ്. കാരണം കമ്പനി പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ചീത്ത കിട്ടാതെ എനിക്കൊരിക്കലും ചീത്ത കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചീത്ത കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു." പക്ഷെ അന്ന് അങ്ങേര് എന്നോട് പറഞ്ഞു, "എടാ, നീ ശരിക്ക് വർക്ക് ചെയ്യേണ്ടത് കമ്പനിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ ടീമിന് വേണ്ടിയോ ഒന്നുമല്ല. നീ വർക്ക് ചെയ്യേണ്ടത് നിനക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നീ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെപ്പോലെ കാലിബറുള്ള ഒരാൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റുന്നത്." അതെൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്യേണ്ടത് എൻ്റെ സാലറിക്ക് വേണ്ടിയിട്ടോ എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ എൻ്റെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെന്ന് അന്ന് ആദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതുവരെ എന്താണ്, സാലറി തരുന്നവരൊക്കെ മുതലാളികൾ, നമ്മൾ തൊഴിലാളികൾ എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു. ആ ചിന്ത മാറിയപ്പോൾ മുതൽ
എൻ്റെ കരിയറിൽ ഭയങ്കര ഗ്രോത്ത് ആയിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് ദുബായിലെ ഒരു ടോപ്പ് കമ്പനിയുടെ IT ഹെഡായിട്ടാണ് ഞാൻ പിന്നെ എന്ത് ചെയ്തത്, എൻ്റെ കരിയർ അല്ലെങ്കിൽ വർക്ക് കരിയർ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 2018 എനിക്ക് 28 വയസ്സായപ്പോൾ ഇങ്ങനെ തോന്നി, ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ജീവിതത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ എന്തായിരിക്കും 50 വയസ്സൊക്കെ ആകുമ്പോൾ വെറുതെ റിഗ്രറ്റ് അടിക്കും എന്നുള്ള രീതിയിൽ ദുബായിലെ നല്ല ജോലിയൊക്കെ കളഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നു. ആൻഡ് ഒരു മെഡിക്കൽ ടൂറിസം കമ്പനിയായിരുന്നു ആദ്യത്തെ സ്റ്റാർട്ടപ്പ്. അതിൻ്റെ പേര് മെഡ്പോർട്ട് എന്നാ. മെഡിക്കൽ ടൂറിസം എയർപോർട്ടിൻ്റെ പോർട്ടൊക്കെ ചേർന്നിട്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയപ്പോഴാണ് 2020 കോവിഡ് ഹിറ്റ് ചെയ്തത്. ഫ്ലൈറ്റ് ഇല്ലാതെ പിന്നെ എന്താ ടൂറിസം. ഞാൻ വീണ്ടും എന്താണ് ടോട്ടലി ജോബ്ലെസ്. ലൈഫിന് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. കാരണം നല്ലൊരു ജോലിയൊക്കെ രാജിവെച്ച് നാട്ടിൽ വന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലും കുടുംബത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അവരൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അന്നേ ഞാൻ പറഞ്ഞതല്ലേടാ ആ ജോലി ഒഴിവാക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളൊക്കെ പൊതുപരീക്ഷയിലെ 10th എക്സാം ക്യാൻസൽ ചെയ്തപ്പോൾ കേരളത്തിൽ മാത്രം പറഞ്ഞു നമ്മൾ ക്യാൻസൽ ചെയ്യില്ല, നമ്മൾ പോസ്റ്റ്പോണ്ട് ചെയ്യാന്നുള്ളത്. മാത്സ് പരീക്ഷയുടെ തൊട്ട് മുന്നത്തെ ദിവസമായിരുന്നു ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്നിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ ലേണിംഗ് ഒന്നും തുടങ്ങിയിട്ടേ ഇല്ല. അപ്പം എൻ്റെ അമ്മായി വന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ നീ വല്ല NIT കാരനൊക്കെ അല്ലേ, കസിനെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത്. എനിക്ക് മുങ്ങാൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം എനിക്കൊരു പണിയില്ല എന്നുള്ളത്. മനസ്സില്ലാ മനസ്സോടെ ഞാൻ അവൻ എന്നും വൈകുന്നേരം 3 മണിക്ക് അടുത്തിരുത്തിയിട്ട് പഠിപ്പിച്ചു തുടങ്ങി. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ കുറച്ച് കച്ചറ ഫ്രണ്ട്സും വന്ന്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം 3 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഗ്രൂപ്പ് സ്റ്റഡിയാണ് SSLC മാത്സിൻ്റെ റിവിഷൻ. പിന്നെ എനിക്ക് തോന്നി ഞാൻ വായിച്ച ബുക്കുകളിലും കേട്ട TEDx ടോക്കുകളിലൊക്കെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം കേട്ട TED ടോക്ക് എന്ന് പറയുന്നത് സെൽ ഖാൻ എന്നുള്ള ഒരു ഒരു ഓൺട്രപ്രനറുടെ TED ടോക്ക് ആയിരുന്നു. അവരുടെ കഥയിൽ പറയുന്നുണ്ട് അവർ തുടങ്ങിയത് കസിൻ ഇതുപോലെ പഠിപ്പിച്ചിട്ടാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു വെറുതെ ഈ വീഡിയോ ഒന്ന് യൂട്യൂബിലിടാം. എനിക്ക് എൻ്റെ ഫേസ് കാണിക്കാൻ പോലുമുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഞാനും എൻ്റെ കസിനും അടുത്തിരുന്ന് പഠിക്കുന്നതിൻ്റെ ഐപാഡിൽ എഴുതുന്ന വീഡിയോ ആയിട്ടും ഞങ്ങൾ സംസാരിക്കുന്ന ഓഡിയോ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതു. നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് ഈ ഓൺലൈൻ ലേണിങ്ങിൻ്റെയൊക്കെ തുടക്കകാലമായിരുന്നു. സൂമൊക്കെ ആൾക്കാർ പരിചയപ്പെടുത്തി വരുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര ഹിറ്റായി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്കൂളിലെയും ടീച്ചേഴ്സൊക്കെ ഈ വീഡിയോസ് അവരുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത്, ഓനെ നീന്തി ഈ വീഡിയോ നിങ്ങൾ ഇന്ന് കാണുക, എന്നിട്ട് രാത്രി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓൺലൈനിൽ ഒരു സെഷൻ ഇരിക്കാമെന്നുള്ള രീതിയിൽ ഭയങ്കര പോപ്പുലറായി. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളത്. ആദ്യത്തെ കമ്പനിയുടെ പേര് മെഡ്പോർട്ട് ആയിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ഈ കമ്പനി ഞാൻ പേരിട്ടു എഡ്യൂപോർട്ട്. അങ്ങനെയാണ് എഡ്യൂപോർട്ട് തുടങ്ങിയത്. 10ാം ക്ലാസ് റിസൾട്ട് വരുന്നത് എനിക്കറിയില്ല ഇത് എങ്ങനെ യൂട്യൂബിൽ ഫ്രീ ആയി കൊടുക്കുന്ന ക്ലാസ് എങ്ങനെ ഒരു ബിസിനസ് മോഡലാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ 10th റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് കുട്ടികളും പാരൻസ് എന്നെ വിളിച്ച് പറയാണ്, സാർ എൻ്റെ മോന് ജീവിതത്തിൽ ഇതുവരെ മാത്സിന് A+ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സാറെ ക്ലാസ് കൊണ്ട് അവർ ആദ്യമായിട്ട് A+ കിട്ടി. നിങ്ങൾ +1 ട്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫീസ് തന്ന് ചേർന്നതാണ്. ആ നിമിഷത്തിലാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് എൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഒരു ജൂലൈ 29 ഇട്ടത്. +1 ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്, ഒരു വർഷത്തേക്ക് 12,000 രൂപ, 2 ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ 6,500 വീതം 13,000 രൂപ ഫീസ് എന്നുള്ളത്. ക്ലാസ്സുകൾ ഓഗസ്റ്റ് 3 തുടങ്ങും. ഓഗസ്റ്റ് 2 രാത്രി എൻ്റെ അക്കൗണ്ടിൽ 35 ലക്ഷം രൂപ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എഡ്യൂപോർട്ട് തുടങ്ങിയത്. എഡ്യൂപോർട്ട് തുടങ്ങിയ സമയത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം അന്ന് എൻ്റെ മുന്നിലുള്ള കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ബൈജൂസും അൺഅക്കാഡമിയൊക്കെയാണ്. അവർ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ളത് മാത്രമല്ല, അവർക്ക് നിങ്ങൾ +1 ബൈജൂസിൻ്റെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെയർ കോഴ്സ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എൻ്റെ അടുത്ത് നാളെ കൊടുക്കാനുള്ള ക്ലാസ് പോലുമില്ല, അത് ഇന്ന് റെക്കോർഡ് ചെയ്യണം. അപ്പം ഓഗസ്റ്റ് 3 ആദ്യ ബാച്ച് തുടങ്ങുമ്പോൾ ഞാൻ കുട്ടികളെയും പാരൻസിൻ്റെ ഒരു പാരൻസ് മീറ്റിംഗ് വെച്ച് പറഞ്ഞു, നിങ്ങൾക്ക് സാധാരണ എന്താണ്, നിങ്ങളൊരു ഓൺലൈൻ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ ഫുൾ ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ പഠിച്ചോ എന്ന് പറയുക ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഓരോ ദിവസവും എന്ത് പഠിക്കണം ആ ക്ലാസ് മാത്രമായിരിക്കും
നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നത് ആൻഡ് അതുമാത്രം നിങ്ങൾ പഠിച്ചോ. കൃത്യമായിട്ട് ഷെഡ്യൂൾ തന്നിട്ടാണ് ഞങ്ങൾ ക്ലാസ് തരിക. ആൻഡ് എൻ്റെ ഓർമ്മയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഷെഡ്യൂൾ എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നത് എഡ്യൂപോർട്ടായിരുന്നു. ആൻഡ് അത് നമ്മൾ പുതിയൊരു ഫീച്ചറായിട്ടായിരുന്നില്ല, നമ്മളുടെ നിസ്സഹായ അവസ്ഥ കാരണമായിരുന്നു. ആൻഡ് അതായത് ഓരോ ദിവസവും പോവേണ്ട ക്ലാസ്സുകൾ തലേ ദിവസം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ആൻഡ് ഈ മൂന്നാമത്തെ കഥ ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഓൺട്രപ്രനർ സാധാരണ ചെയ്യുന്ന ഒരുപാട് ഗുഡ് അല്ലെ ദ പോസിറ്റീവ് തിങ്സ് ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മൾ ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുത്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പലരും ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ദ അൾട്ടിമേറ്റ് പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് മാത്രമേ തുടങ്ങുള്ളൂ എന്നാണ് പലരും കരുതുക. പക്ഷേ ഞങ്ങളന്ന് എഡ്യൂപോർട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലാസ് പോലും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടുന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. ആൻഡ് ഇന്ന് ഏകദേശം 50,000-ഓളം കുട്ടികൾ ഓൺലൈനായി പഠിക്കുന്ന, 1,500-ഓളം കുട്ടികൾ റെസിഡൻഷ്യലായിട്ട് പഠിക്കുന്ന, 600-ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി തുടങ്ങിയത് ആ ഒരു രീതിയിലാണ്. ആൻഡ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ദ പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആവുന്നത് വരെയോ ദ പെർഫെക്റ്റ് ടൈം ആവുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, യു ജസ്റ്റ് സ്റ്റാർട്ട് എന്നാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇവിടെ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്. ആൻഡ് ഇന്നും എന്താണ്, ഇത് ഭയങ്കര സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഭവം എന്നല്ല. ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. ആദ്യത്തെ 10 വർഷം ഏത് കമ്പനിയാണെങ്കിലും ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. ആ ചലഞ്ചസ് ഒക്കെ മെല്ലെ മെല്ലെ എന്താണ് നമ്മൾ അഭിമുഖീകരിച്ച് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ആൻഡ് ഏത് പ്രശ്നം ഉണ്ടാകുമ്പോഴും അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ദിവസം ആ ഫലൂദ കുടിച്ചത് എനിക്ക് ഓർമ്മ വരും. ആൻഡ് അന്ന് ആ ഫലൂദക്ക് പകരം എന്നെ 2 ചീത്തയാണ് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു സംശയമില്ല, ഇന്ന് ഞാനിവിടെ നിൽക്കില്ലായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരൊറ്റ കാര്യം മാത്രമാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ഇപ്പം നിങ്ങൾ എവിടെയാണെങ്കിലും ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് സക്സസ്ഫുൾ ആയിട്ടേ നിങ്ങൾ മരിക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഉറപ്പായിട്ടും 3-4 വർഷം കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു റെഡ് സർക്കിളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.